കൊച്ചിയിലെ നൈറ്റ് ലൈഫും ഫുഡ് സ്പോട്ടുകളും അല്ലാതെ വേറെ എന്തുണ്ടെന്ന് ചോദിക്കുന്നവർക്ക് കൊച്ചി നഗരം ഹൃദയത്തിൽ ഒളിപ്പിച്ച ഒരു അടിപൊളി സ്പോട്ട് പറഞ്ഞുതരാം. നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാകും, കടമുക്കുടി. നമ്മുടെ ആനന്ദ് മഹീന്ദ്ര കടമുക്കുടിയിലേക്ക് എത്തുകയാണ്. എന്തായിരിക്കും കടമുക്കുടിയിലേക്ക് ആനന്ദ് മഹീന്ദ്രയെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവാം? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കടമുക്കുടി. ഒരു ദിവസം ഓഫീസിന്റെ തിരക്കുകളൊക്കെ മാറ്റിയിട്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്ലേസ് ആണ്. നമ്മുടെ പെരിയാറിൻ്റെ വരദാനമാണ് ശരിക്ക് ഈ ഭൂമി. ഇങ്ങനെ 10-12ഓളം ദ്വീപസമൂഹങ്ങൾ കൂടിച്ചേർന്ന ഒരു പ്രദേശമാണിത്. പുരാതന കാലം മുതൽ ഇവിടെ മത്സ്യബന്ധനവും അതേപോലെ കൃഷിയും നടത്തി വരുന്നു. ജൂൺ മാസം മുതൽ ഏകദേശം ഒക്ടോബർ നവംബർ ആദ്യഘട്ടം വരെ നല്ല വെള്ളമായിരിക്കും പുഴയിൽ. ആ സമയത്താണ് ഇവിടെ പൊക്കാളി കൃഷി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഒക്ടോബർ മുതൽ ഏപ്രിൽ മെയ് വരെ ആവുമ്പോഴത്തേക്കും പുഴയിലെ വെള്ളം ഉപ്പാവും. ആ ഉപ്പുവെള്ളത്തിൻ്റെ സമയത്താണ് ചെമ്മീൻ കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ മിക്കവാറും ജനങ്ങളുടെ ജീവിതം ഈ മത്സ്യബന്ധനവും കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കും. അടിപൊളിയാണ്, നല്ല നേച്ചർ ഭംഗിയൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ കയാക്കിങ് ചെയ്യാനായിട്ട് വന്നതാണ്. ഇവിടെ കായൽ വ്യൂസും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആദ്യം അത് എക്സ്പ്ലോർ ചെയ്യാം. കാടമുടി അടിപൊളി, ഒരു രക്ഷയില്ല. കുറച്ച് വൈബ് വിൻഡേജ് കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നല്ല സ്പോട്ട് തപ്പി ഇറങ്ങിയതാണ്. ഇവിടെ നല്ലൊരു സ്പോട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീക്കെൻഡ് സമയങ്ങളെല്ലാം വരും, കുഞ്ഞുങ്ങളെ കൊണ്ട് വരും, അവർക്ക് സന്തോഷമാണ്. റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഈവനിങ് വൈബിനൊക്കെ പറ്റിയ ഒരു ഏരിയയാണ്. ഫാമിലി കപ്പിൾസ് എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഫുഡൊക്കെ നല്ല ഫുഡൊക്കെയാണ്. പിന്നെ ഇവിടെ കപ്പയും ബീഫും കപ്പയും പോട്ടിയാണ് എല്ലാ ദിവസവും ഉണ്ടാവുന്നത്. ഇവിടെ ഇപ്പോൾ ബജ്ജി എന്ന് വെച്ചാൽ മുളക് ബജി, മുട്ട ബജി, ചായ. കമ്പനിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വളരെ നൈസ് സ്പോട്ടാണ്. ഇവിടെ വെള്ളി ശനി ഞായറാണ് കൂടുതൽ ബുക്കിങ്സും കാര്യങ്ങളും വരുന്നത്. ടൂറിസ്റ്റാണ് കൂടുതലും വന്നത്, പുറത്തുനിന്നുള്ള ആൾക്കാരാണ് വരവ്. വെള്ളത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഉപജീവനം നടത്തുന്നത്. എറണാകുളം ടൗൺ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു പഴയ രീതിക്ക് പോകുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നേരത്തെ ഈ ആനന്ദ് മഹീന്ദ്ര പാലക്കാട് കൊല്ലങ്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തെ പറ്റി ഇതുപോലെ പോസ്റ്റ് ഇട്ടിരുന്നു. കൊല്ലങ്കോട് സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനുശേഷം കൊല്ലങ്കോടേക്ക് സഞ്ചാരികളുടെ കുത്തൊഴുക്കായിരുന്നു. അപ്പോൾ കടമുക്കുടിയും അതുപോലെ സഞ്ചാരികളെ കൊണ്ട് നിറയുമോ എന്ന് കാത്തിരുന്ന് കാണാം.